ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 5:30 മണി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കച്ചറ എടുക്കാൻ വരും. അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 കുക്കറിൽ ഇതിൽ കടലയും ഇതിലാണ് ചോറും. ഇനി അവർക്കൊരു കറിയും ഉണ്ടാക്കണം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇനി അവളെ സ്കൂളിലയക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും പറഞ്ഞു വെച്ചിട്ട് ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അരിച്ചെടുക്കട്ടെ. അപ്പോൾ ചായ എപ്പോഴും കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, എപ്പോഴും സാവധാനം കുടിക്കണം കേട്ടോ. ധൃതിയിൽ കുടിക്കണം കാട്ടി നല്ലത് എല്ലാവരും ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് പോയി എന്നിട്ട് കുടിക്കലാണ് നല്ലത്. അതാ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാൻ കുടിക്കട്ടെ. അപ്പോൾ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഈ ചായ എല്ലാം കുടിച്ചിട്ട് വേണം ബാക്കി പണികൾ ചെയ്യാൻ പോയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ മോളങ്ങ് സ്കൂളിൽ പോയത്. അവളെ പറഞ്ഞയച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചായ കുടിക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തുടക്കാനുണ്ട്, അതുപോലെ കറി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതെല്ലാം കണ്ടുവരാം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും ചായയെല്ലാം കഴിച്ചു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് കറി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് മത്തനും കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ മത്തനൊക്കെ ഒന്ന് കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മളെ ചട്ടിയിൽ ഞാൻ വെക്കൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക്, അതുപോലെ തന്നെ മഞ്ഞളും കൂടി ഇട്ടിട്ട് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്ന കേട്ടോ. എന്നിട്ട് പിന്നെ ചക്കക്കുരു ഞാൻ റെഡിയാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ച് അതിലേക്ക് വീത്തി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതാ ചോറ് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായി വെച്ചില്ല എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി അയക്കണേ. ആരും കമൻറ്റൊന്നും അയക്കുന്നില്ലല്ലോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എല്ലാവരും കമൻറ്റ് അയക്കുക, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് കമൻറ്റ് അയച്ച് തരിക കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും കൂടി തരിക, അതുപോലെ സബ്സ്ക്രൈബ് തരാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതാ നമ്മളെ മത്തനൊക്കെ അങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്കക്കുരു ഒന്ന് വേവിച്ചിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അധികം ഇതിലിട്ട് വേവിക്കണ്ട. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് ജീരകം ചെറിയ ഉള്ളിയും ചേർത്തിട്ട് അരച്ചിട്ടാണ് ഞാൻ വീത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചക്കക്കുരു മാർക്കറ്റിൽ പോയാൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിയ മാർക്കറ്റിൽ പോകണം, അന്നേരം നമുക്ക് ചക്ക ചോള അവർ എല്ലാം വേർതിരുത്തിയിട്ട് 1 കിലോന് 1.5 കിലോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ, പഴുത്ത ചക്ക. അപ്പോൾ ഞങ്ങളങ്ങ് സിറ്റി പോയ സമയത്ത് വാങ്ങിയതായിരുന്നു ചക്ക. അപ്പോൾ പിന്നെ ചക്ക വാങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ ചക്കക്കുരു വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ടേസ്റ്റാട്ടോ കറി, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. നല്ല കുറുങ്ങനായിട്ട് അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് വാർന്നു കൊടുക്കുക കേട്ടോ. പിന്നെ അധികം തിളപ്പിക്കരുത്, നമ്മൾ പാകത്തിനൊന്ന് ചട്ടി ചൂടാക്കി എടുത്താൽ മതി. അതിലേക്ക് പിന്നെ കടുകും അതുപോലെ മുളകും കൂടിയിട്ട് ഒന്ന് വറവിട്ടെടുക്കുക കേട്ടോ. അത്ര തന്നെ ഉള്ളൂ കറിയുടെ പരിപാടി. അപ്പോൾ ഇതാ ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തായൊന്ന് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തായൊന്ന് തുടക്കട്ടെ. അങ്ങ് തായും കിച്ചനും ഹോളാണ് അന്ന് തുടക്കേണ്ട ദിവസം കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങ് തുടച്ചെടുക്കട്ടെ. അപ്പോൾ കിച്ചനൊന്ന് ഞാൻ ഇനിയൊന്ന് ചപ്പാത്തിയും കൂടി അങ്ങ് ഉണ്ടാക്കിയിട്ടാണ് കിച്ചൻ തുടക്കുന്നുള്ളൂ. ചപ്പാത്തിക്ക് ഞാൻ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഹോളൊന്ന് അങ്ങ് തുടച്ചെടുക്കുകയാണ്.
അപ്പോൾ ഇതാ ചപ്പാത്തി ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നാൽ ചെക്ക ചോറ് കഴിക്കൂല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 5 ചപ്പാത്തി ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചൺ തുടക്കാൻ നിന്നത് കേട്ടോ. എന്താ വെച്ചാൽ ചപ്പാത്തി വേഗം ഉണ്ടാക്കി വെക്കണം, ഇക്ക വന്നാൽ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാൻ കിച്ചൺ കൂടി തുടക്കുമ്പോൾ നേരം വൈകിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടി അങ്ങ് ഉണ്ടാക്കി വെച്ച് എന്നിട്ടാണ് പിന്നെ ഞാൻ കിച്ചൺ തുടക്കാൻ നിന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പാത്രങ്ങളും തണയും ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഒന്ന് എനിക്ക് പുറത്തും അങ്ങ് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാത്രം കൂടി അങ്ങ് ക്ലീനാക്കി വെക്കുകയാണ്. കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. എനിക്കാശി ഭയങ്കര മടിയാണ് പാത്രം കഴുകാനെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ പറയുക, ആ സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും നമ്മൾ തന്നെ കഴുകണ്ടേ, വേറെ ആരും ഇല്ലല്ലോ വീട്ടിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്രയാണ് ഇടുന്നത് അത്രയും നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് റെഡി ആയിട്ട് ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് സാധനമൊക്കെ വാങ്ങാനാണ് ഈ പോക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി തരിക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.